ഒരു മുംബൈയിൽ നമ്മുടെ സഹോദരിയാണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് യാത്ര തിരിക്കാൻ പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് അലീനയുടെ മുൻപിൽ തങ്ങൾ വലിയവരാണ് എന്ന് കാണിക്കാനായിട്ട് റീത്താമ്മ പോയി പറയാണ് അവരുടെ അടുത്ത്, മക്കളെ, ഇനിയും നിങ്ങളുടെ അപ്പൻ്റെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കുന്നത് ശരിയല്ല. വിട്ടു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവകാശപ്പെട്ട എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കൈവിട്ടു പോകുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം പോവാനായിട്ട് പറയുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. നിങ്ങൾ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അപ്പനെയൊക്കെ ഒന്ന് കണ്ട് വരാനായിട്ട് റീത്ത പറയുകയാണെന്ന് കാണാം. കാരണം നിങ്ങളുടെ അപ്പൻ്റെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് എന്ന് റീത്ത പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ റൂബിയാണെങ്കിൽ പറയുന്നുണ്ട്, ഈ അലീന വലിയൊരു ഭൂതമാണെന്നാണല്ലോ അപ്പച്ച പറയുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ ഇത് നിന്നോട് ഇപ്പം ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അത് റീത്താമ്മയാണ് എന്ന് പറയുമ്പോൾ ആ സ്ത്രീക്ക് അല്ലേലും ഉള്ളതാണ് ഈ കൃമികടി എന്ന് പറയുന്നു. ഇത്രയും നാൾ ഒരു പ്രശ്നവുമില്ലായിരുന്ന അവൾ ഇപ്പോൾ എവിടെ നിന്ന് പൊട്ടി മുളച്ച് വന്നിരിക്കുകയാണ് എന്ന് സ്റ്റാലിൽ നിന്ന് റോബിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അവരുടെ പ്രധാന ഉദ്ദേശം തന്നെ നിനക്കറിയാവുന്നതല്ലേടാ, അതായത് കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഇവിടെ നേരാ ചൊവ്വേ താമസിച്ച സ്റ്റാലിൻ്റെയും ഭാര്യയുടെയും ജീവിതത്തിലേക്കല്ലേ അവൾ കടന്നു കയറി അവരുടെ ജീവിതം നശിപ്പിച്ചത്. അതിനെക്കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അവർ പറയുന്നതിലും കാര്യമില്ലേ എന്ന് ചോദിക്കുന്നു. സ്വന്തം മകളെ പോലെയാണ് മകള് ആയിരിക്കാം, അധികാരമുണ്ടായിരിക്കാം എന്ന് കരുതി അവിടെ ചെന്ന് അധികാരം കാണിക്കേണ്ടതില്ലല്ലോ. റീത്താമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവത്തിന് അത് കിട്ടണമെന്ന് പറയാണ്ടോ നമ്മുടെ അവതക്കുട്ടിയുടെ മുൻപിൽ പറയുന്നുണ്ട്. ഒടുവിൽ റോബി, നാണം ഇല്ലാത്തവർക്ക് വലിയ പ്രശ്നമില്ല, അഭിമാനം പോയാലും ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് കാണാം. അത് നമ്മുടെ വല്യപ്പച്ചന് വല്ലാതെ കൊള്ളുന്നുണ്ടെന്ന് കാണാം. അങ്ങനെ റോബി പോയി കഴിയുമ്പോൾ റോബിയുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുകയാണ് വല്യപ്പച്ചനെന്ന് കാണാൻ സാധിക്കും. അതായത്, എടാ റോബി, നീ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, തിരിച്ചറിയാനുണ്ട്. അതിന് സമയമാകുന്നതേയുള്ളൂ. ഏതായാലും നിൻ്റെ മുൻപിലേക്ക് സത്യം തുറന്നു വരിക തന്നെ ചെയ്യും. ഇതിൽ അഭിമാനക്ഷതമൊന്നും സംഭവിക്കേണ്ടതൊന്നുമില്ല. നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളെന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ അവതക്കുട്ടി റോബിയോട്. നീ അവിടെ ചെല്ലുമ്പോൾ നീ തന്നെ ഞെട്ടിപ്പോകും ആ പെൺകുട്ടിയെ കണ്ട് എന്ന് പറയുന്നു. അതെന്താ, അവൾ വല്ല ഭൂതമാണോ റീത്താമ്മ ചേച്ചി പറയുന്ന പോലെ എന്ന് പറയുമ്പോൾ, ഭൂതമൊന്നുമല്ല, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് നല്ല സാമ്യമുണ്ട് അവൾക്ക് എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇവിടെയാണെങ്കിലോ നമ്മുടെ റോബിനാണെങ്കിൽ അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് അത്ര കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോയി കാണടാ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം റൂബിയാണെങ്കിൽ എന്തായാലും ചേട്ടനോട് പോയി ഒന്ന് സംസാരിക്കണം, ചോദിക്കണം, അല്ലാതെ ഇതങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. അങ്ങനെയിരിക്കെ നമ്മുടെ അലീനയെ കാണിക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ നീണ്ട ഉപവാസത്തിലാണ്, രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്കും ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. ആരെ തോൽപ്പിക്കാനാണ്, എന്തിനു വേണ്ടിയാണ് എന്നെല്ലാം നമ്മുടെ സ്റ്റാലിൽ ചോദിക്കുമ്പോൾ, ആരെയും തോൽപ്പിക്കാനൊന്നുമല്ല, എനിക്ക് ഉപവാസം എടുക്കാൻ തോന്നി എന്ന് പറയുന്നു. അല്ല, ഉപവാസം എടുക്കുന്നതിന് പ്രത്യേകിച്ച് കാരണം എന്താണ് എന്ന് പറയുമ്പോൾ, പപ്പയുടെ മദ്യപാനം കുറയ്ക്കാൻ വേണ്ടിയാണ്, പിന്നെ തനിക്കെതിരെ വരുന്ന ശത്രുക്കളുടെ എണ്ണം കുറയാൻ വേണ്ടിയും എന്ന് പറയുമ്പോൾ, എൻ്റെ മദ്യപാനത്തിന് വേണ്ടി ആരും പ്രാർത്ഥിക്കണമെന്നില്ല, അതങ്ങനെയൊന്നും നിർത്താൻ സാധിക്കാത്ത ഒന്നാണ് എന്ന് പറയുമ്പോൾ, പപ്പ മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നിർത്താനായിട്ട് കഴിയും, പപ്പയ്ക്ക് സാധിക്കുമെന്ന് അലീന പറയാൻ കേട്ടോ. അപ്പോഴാണെങ്കിൽ അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു മോളെ, ഇനി അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ
പപ്പ നോക്കിക്കോ, പപ്പയ്ക്ക് മാനസാന്തരം സംഭവിക്കും, പപ്പ മദ്യപാനം നിർത്തും എന്ന് പറയുമ്പോൾ മദ്യപാനം നിർത്താനാണോ നീ സമരം ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി. സമരവും കാര്യങ്ങളൊന്നുമല്ല, പപ്പയെ നേർവഴിക്ക് നടത്താനായിട്ട് ശ്രമിക്കുന്നതാണ് എന്ന് പറയുന്നു. ഞാൻ കാരണം പപ്പയുടെ ജീവിതത്തിൽ മദ്യം കൂടുതലായി കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് എന്ന് കൂട്ടിച്ചേർക്കുകയാണ് അലീന എന്ന് കാണാം. ഞാൻ കാരണം പപ്പ ഇങ്ങനെ മദ്യത്തിനടിമയായി സ്വയം നശിക്കരുത് എന്നും അലീന പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോഴാണെങ്കിൽ സ്റ്റാൻലി പറയുന്നുണ്ട്, മോളെ നീ കാരണമൊന്നുമല്ല, ഇതെൻ്റെ ശീലമാണ് എന്ന് പറയുമ്പോൾ ശീലം മാറ്റണം പപ്പ എന്ന് അലീന പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഹോണിൻ ബെല്ല് മുഴങ്ങുകയാണ്. മുൻവശത്ത് വന്നിരിക്കുന്നത് സ്റ്റാലിൻ്റെ മൂത്ത മകളാണെന്ന് കാണാം. മകളെ പ്രത്യേകം കണ്ടതും സ്റ്റാൻലി ചെല്ലുന്നുണ്ട്. എന്താണ് വന്നത്? എന്നെ വേണ്ടാത്ത ഒരാൾ പ്രത്യേകം എന്തിനാണ് ഇപ്പോൾ വന്നത് എന്ന് ചോദിക്കുന്നു. ഈ പപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നോക്കാൻ നീ ഇതുവരെയും ഇവിടേക്ക് കടന്നു വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയം നമ്മുടെ സഹോദരി പറയുന്നുണ്ട്, പപ്പ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം മാസം മാസം ഇത്രയധികം പൈസ അയച്ചു തരുന്നത് ആരാണ് നിങ്ങൾക്ക്? ഒരുപാട് പൈസ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്, അത് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ റീത്താമ്മ എല്ലാ പൈസയും എടുത്ത് തിന്നിട്ട് നിങ്ങളെ പറ്റിക്കുന്നതിൽ ഞാനെന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നു, സാധിക്കുന്നു. സത്യം പറഞ്ഞാൽ റീത്താമ്മ എന്ന സ്ത്രീ നിങ്ങളെ കബളിപ്പിക്കുകയല്ലേ? പിന്നെ എന്തിനാണ്, എന്നിൽ എന്ത് കുറ്റം ഉണ്ടായിട്ടാണ് നിങ്ങൾ എന്നിൽ നിന്നും പിരിച്ചു കൊണ്ടുപോയത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നു, സാധിക്കുന്നു. അതിനൊന്നും മകൾക്ക് ഉത്തരം പറയാനില്ല. നീ എന്തിനാണ് ഇപ്പോൾ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പപ്പയുടെ പുതിയ മകളെ ഓടിക്കാനാണ് എന്ന് പറയുമ്പോൾ അത് നിന്നെ കൊണ്ട് കഴിയില്ല എന്നും അത് എൻ്റെ തീരുമാനമാണെന്നും എൻ്റെ തീരുമാനത്തിനെതിരെ നിൽക്കാൻ നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നും സ്റ്റാൻലി പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, സാധിക്കും. ഞാനെടുത്ത തീരുമാനത്തെ നിനക്ക് തെറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മകളാണെങ്കിൽ സ്റ്റാൻലിനോട് ദേഷ്യപ്പെടാണ്. അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ അലീന അവിടേക്ക് വരുന്നതും ഇപ്പോൾ എന്തിനാണ് വന്നത്, ഞാൻ വന്നതുകൊണ്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അലീന ദേഷ്യപ്പെട്ടു തുടങ്ങുകയാണ്. ഇത്രയും നാൾ പപ്പയെ വേണ്ടാഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് പപ്പയുടെ അടുത്തേക്ക് വന്നത്? സ്വത്തിന് വേണ്ടിയാണോ? സ്വത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ സ്വത്തിൻ്റെ ആവശ്യമില്ല, എനിക്ക് പപ്പയെ മാത്രം മതി എന്ന് അലീന മുഖത്ത് നോക്കി പറയുന്നു. നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട പപ്പയെ ഞാൻ എൻ്റെ സ്വന്തം പപ്പയായി ഏറ്റെടുക്കുകയാണ് എന്നും അലീന പറയുകയാണ് എന്ന് കാണാൻ കഴിയും. ഒടുവിൽ കുറ്റബോധം സംഭവിക്കുകയാണ് സഹോദരിക്കെന്നും കാണാം.